ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തട്ടുകട സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ആദ്യം തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ചതച്ച മുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ വിനാഗിരി, 2 ടീസ്പൂൺ കോൺഫ്ലോർ, 2 ടീസ്പൂൺ അരിപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ച് വെച്ചിട്ട് അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടിയും കോൺഫ്ലോറും ഇടുന്നത് കൊണ്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മുട്ടയും കൂടി ചേർത്തത് കൊണ്ട് ഇതിൽ ചേർത്ത മസാലകളൊക്കെ വിട്ടുപോകാതെ ചിക്കനിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പിടിച്ച് കിട്ടുകയും ചെയ്യും. ഇത് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂറെങ്കിലും വെക്കണം. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നമ്മൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അതിൽ ഇത് ഫ്രൈ ചെയ്തെടുത്താലും മതി. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ കുറച്ച് ചിക്കൻ പീസസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 3-4 മിനിറ്റ് വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വീണ്ടും 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് കോരി മാറ്റി വെക്കാം. ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് ഇത് വേഗം തന്നെ കുക്കായിട്ട് കിട്ടും. ഇതേപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അവസാനം കുറച്ച് കറിവേപ്പില കൂടി ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തട്ടുകട സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തു തന്നെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്